ഈ കുട്ടിയെ കൊണ്ടുവന്ന അംഗൻവാടിയിലെ ടീച്ചർ ഇപ്പോൾ നമ്മുടെ അഭിനന്ദനൊപ്പം ചേരുന്നുണ്ട്. അഭി, ആ, എന്താണ് ടീച്ചർ പറയുന്നത്? ഈ അംഗൻവാടിയിലേക്ക് സാധാരണഗതിയിൽ കല്യാണിയെ കൂട്ടാൻ വരുന്നത് മറ്റ് ബന്ധുക്കളാണ്, അമ്മ വരാറില്ല എന്ന് പറയുന്നു. അത് ശരിയാണോ? ഇന്നിപ്പോൾ വന്നപ്പോൾ എന്താണ് അവർ പറഞ്ഞത് ടീച്ചറോട്? മറ്റു വിവരങ്ങൾ എന്താണ്? എറണാകുളം തിരുവാങ്കുളം തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിലെ അംഗൻവാടി ടീച്ചറാണിത്. നമുക്കറിയാം, സൗമ്യ എന്നാണ് പേര്. ഈ കല്യാണിയുടെ ടീച്ചറായി 2 വർഷം കൊണ്ട് കല്യാണിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപിക കൂടിയാണ്. ഇവരുടെ അടുത്തു നിന്നാണ് ഇന്ന് അമ്മ കൂട്ടിക്കൊണ്ട് പോവുകയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരിക്കും. എന്തായാലും ഇപ്പോൾ 24-നോടൊപ്പം ചേരുകയാണ്. ഇന്ന് എപ്പോഴാണ് വിളിക്കാനായിട്ട് വന്നത്? അമ്മയൊരു 3:15 കൂടി അംഗൻവാടിയിലെത്തി. നിരന്തരമായിട്ട് ഇങ്ങനെ അമ്മ തന്നെയായിരുന്നു അതോ മറ്റു ആൾക്കാർ? അല്ല, എല്ലാവരും ഒരുപോലെ കുഞ്ഞിനെ വിളിക്കാനായിട്ട് അച്ഛൻ്റെ അനിയന്മാരും അതുപോലെ തന്നെ ഒരു കൂട്ടുകാരിയുണ്ട്, കൂട്ടുകാരുടെ അച്ഛനും. അപ്പോൾ അവർ മ്യൂച്വലായിട്ട് രണ്ടുപേരെയും ഒരുമിച്ചാണ് കൊണ്ടുപോകാറ്. അപ്പോൾ കൂട്ടുകാരുടെ അച്ഛനാ വരുന്നെങ്കിലും ഈ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ കല്യാണിയുടെ അച്ഛനെ വന്നെങ്കിലും ഈ 2 പിള്ളേരെയും കൂടെ ഒരുമിച്ചാണ് അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുപോകും. ഇന്ന് വന്നപ്പോൾ എന്തായിരുന്നു സാഹചര്യം? എങ്ങോട്ടേക്കെങ്കിലും പോവും അങ്ങനെയൊക്കെ വല്ലതും പറഞ്ഞിരുന്നു ടീച്ചറിനോട്? ഇല്ല, ഇന്ന് അങ്ങ് പോണ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. സാധാരണ പോലെ തന്നെ വന്ന്, പിന്നെ വെച്ചാൽ വന്ന സമയത്ത് കൊച്ചു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡ് കഴിച്ച് തീരുന്നത് വരെയും അവിടെ ഇരുന്ന് കൈ മുഖമൊക്കെ കഴിച്ച് 3:30 കൂടിയാണ് അംഗൻവാടിയിൽ നിന്ന് പോയത്. അപ്പം നമുക്ക് അങ്ങനെ സംശയങ്ങളോ കാര്യങ്ങളൊന്നും തോന്നത്തക്ക രീതിയിലൊന്നും അമ്മയിൽ നിന്നും ഉണ്ടായിരുന്നില്ല. അമ്മ നല്ല ചിരിച്ച മുഖത്തോട് തന്നെയാണ് വന്നതും തിരിച്ചു പോയതും. ഇങ്ങനെ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അമ്മ എങ്ങനെ ഒരു ഇതിലേക്ക് അമ്മ അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. നേരത്തെയൊക്കെ വരുന്ന സമയത്തും ഇപ്പൊ അമ്മയ്ക്ക് ചെറിയ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ കാണിച്ചെന്ന് ഇവിടെയുള്ള അയൽവാസികളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വരും? പക്ഷെ നമുക്കൊരു മാനസിക പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ആളിത്തിരി സ്പീഡ് കൂടുതലെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ എനിക്കൊന്നിനും സമയമില്ല, എനിക്ക് വേറെ കാര്യങ്ങളുണ്ട്, ഞാൻ പൊക്കോട്ടെ, അങ്ങനെ ഒരു മെന്റാലിറ്റി. നമ്മൾ വഴിക്ക് വെച്ചാളും കാണുമ്പോഴും അതെ എനിക്ക് അവിടെ പോകാണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു, അപ്പം ഞാൻ പോകട്ടോ, അങ്ങനെ നമ്മുടെ അടുത്ത് മുഖം അധികം നേരം നിർത്താതെ അങ്ങനെ സ്പീഡിൽ പോകുന്നൊരു. 2 മാസം മുമ്പ് അവിടെ ഇല്ലായിരുന്നു, അംഗൻവാടിയിൽ വരാറില്ലായിരുന്നു ആ സമയത്ത്. അന്നാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെ അവരുടെ ഫാമിലിയിൽ അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് വീട്ടിലെ ആരെയും കണ്ടാലോ അല്ലെങ്കിൽ കൊച്ചിനെയോ അല്ലെങ്കിൽ അമ്മ ആരെയും കണ്ടാലോ എന്ത് തരത്തിലുള്ള ഇഷ്യൂസ് ആണെന്നാണ് പറഞ്ഞത്? അങ്ങനെ ഒരു നമുക്ക് ആധികാരികമായിട്ടൊന്നും അറിയില്ല. ഫാമിലിയിൽ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു കൗൺസിലിങ്ങിനൊക്കെ പോയായിരുന്നു. വാർഡ് മെമ്പർ ഇടപെട്ട് കൗൺസിലിങ്ങൊക്കെ പോയി. അത് കഴിഞ്ഞ് വീണ്ടും അംഗൻവാടിയിൽ കൊച്ചു വന്നു തുടങ്ങി. ഒരു പ്രശ്നവും ഉണ്ടായില്ല. നമുക്ക് ഒറ്റയ്ക്കായിരുന്നു വന്നത് കുട്ടിയെ കൊണ്ടുപോകാൻ? ഒറ്റയ്ക്കാണ് വന്നത്. സാധാരണ രീതി വന്നു പോയി അത്ര? വന്ന് ഇന്നിപ്പോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു ഫുഡ് കഴിച്ചോണ്ടിരിക്കണോണ്ട് ഫുഡ് കഴിച്ച് തീർന്നയിടം വരെ അംഗൻവാടിയിൽ ഇരിക്കാൻ നമുക്ക് 3:30 നമ്മുടെ അംഗൻവാടിയിലെ സമയം. അപ്പോൾ 3:15 കൊച്ചുങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ ഇത്തിരി നേരത്തെ വന്നിരുന്നു. 3:15 മിക്കവാറും അങ്ങനെ തന്നെയാണ്, ഇച്ചിരി നേരത്തെ വരാറുണ്ട്. അപ്പൊ ഇന്ന് അതേപോലെ തന്നെ നേരത്തെ വന്നത്. ഇങ്ങനെ കാണാതായ സമയത്താണ് അച്ഛൻ കോണ്ടാക്ട് ചെയ്തിരുന്നോ? ഇതിന് ശേഷം എന്തെങ്കിലും സംസാരിച്ചു? ആദ്യമേ തന്നെ എന്നെ വാർഡ് മെമ്പറാണ് വിളിച്ചത്. അപ്പം കല്യാണി എപ്പോഴാണ് അംഗൻവാടിയിൽ നിന്ന് പോയതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല 3:30 ആയപ്പോഴാണല്ലോ പോയത്. അത് അവര് വീട്ടിലേക്ക് ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തന്നെ പറഞ്ഞു ഇപ്പം വെച്ചാൽ സ്കൂളൊക്കെ തുറക്കുവാണല്ലോ, അപ്പം എന്തെങ്കിലും കൊച്ചിനെന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനായിട്ട് പോയി കാണും. അപ്പൊ ഇതിന് മുൻപ് എപ്പോഴാണ് ഈ അമ്മ വന്ന് കൂട്ടിക്കൊണ്ടുപോയത് കല്യാണി എന്ന് ചോദിക്കാവോ? അച്ഛനും ഇങ്ങനെ എപ്പോഴാണ് ടീച്ചറെ അംഗൻവാടിയിൽ നിന്ന് പോയത്? ഞാൻ പറഞ്ഞു 3:30 ആയപ്പോഴാണ് പോയത്. ഇതിന് മുൻപ്, അതായത് നമുക്ക് ഇന്ന് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത് അമ്മയാണ്. ഇതിന് മുൻപ് ഏതൊക്കെ ദിവസം ഇന്നലെ അങ്ങനെ സംഭവിച്ചു? അമ്മ തന്നെയാണോ കുട്ടി? നമുക്ക് വെള്ളി ശനി കൊച്ചു അവധിയായിരുന്നു. അല്ലാത്ത ദിവസങ്ങളിൽ മാറി വെച്ചാൽ ഞാൻ പറഞ്ഞേ കൂടെ അനിക എന്ന് പറഞ്ഞ കൂട്ടുകാരുടെ അച്ഛനും അതുപോലെ ഇവരെല്ലാം ഒരേപോലെയാണ്. അത് രണ്ടുപേരും ഒരു വീട്ടിലെ പോലെയാണ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല, അവിടെയാണ് അമ്മ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ കൂട്ടാൻ? അതാണ് ചോദ്യം. അങ്ങനെയാണ് ചെയ്യാറ്. ഈ 2 വീട്ടിൽ നിന്നും ആര് വന്നാലും ഇവരുടെ അച്ഛനമ്മ ആര് വന്നാലും 2 പിള്ളേരും ഒരുമിച്ച് വണ്ടിക്ക് കൊണ്ടുപോകുക. അമ്മ ഇതിനു മുമ്പ് കൂട്ടാൻ വന്നിട്ടുണ്ടല്ലോ? പിന്നെ ഇല്ല, അമ്മ വന്നിട്ടുണ്ട്. അപ്പൊ അമ്മ ഒരുമിച്ച് നടന്നു പോകാൻ ഇത്തിരി നിങ്ങൾക്ക് സാധാരണ രീതി കൂട്ടിക്കൊണ്ട് പോകുന്നതായിട്ട് മാത്രമേ തോന്നിയുള്ളൂ? അങ്ങനെ തന്നെയുള്ളൂ, സാധാരണ രീതി തന്നെയാണ്. ഇതിപ്പോ നമുക്ക് കേട്ടപ്പോ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ രീതി ഇവിടം വരെ എത്തിക്കഴിഞ്ഞപ്പോ നമ്മള് ശരിക്കും പറഞ്ഞാൽ വന്നപ്പോ മുതൽ ഇങ്ങനെ ഏതൊരവസ്ഥയിൽ ഇരിക്കണം എന്ന് പറയാൻ കാരണം ഞങ്ങൾ ഒരു കുടുംബത്തിലെ അമ്മയും മക്കളും പോലെ തന്നെയാണ് കഴിഞ്ഞപ്പോ. ഇന്നിപ്പോ ഹെൽപ്പർ ഉണ്ടായിരുന്നു, ഞാൻ തന്നെയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ രാവിലത്തെ ഉച്ചക്കത്തെയും ഭക്ഷണം എല്ലാം കൊടുത്ത് വൈകുന്നേരത്തെയും കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ രാവിലെയാണ് പാല് കുഞ്ഞുങ്ങൾ കുടിക്കുക. അപ്പോൾ പാലും അതിൽ മധുരവും എല്ലാം കഴിച്ച് പോയത്. അപ്പോൾ ഒന്നും ഒരു വിധത്തിൽ നമുക്ക് നേരത്തെ അമ്മ ഇങ്ങനെ ഉപദ്രവിക്കുന്നു അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല? അങ്ങനെയുള്ളതൊന്നും കേട്ടിട്ടില്ല? ഇല്ല, കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെയാണ് നമുക്ക്
സംസാരത്തെ വീട് തരാറില്ല. തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് അറിയുന്നത് ടീച്ചർ. ഇങ്ങനെ ഇന്നിപ്പോ ഇങ്ങനെ ഇന്നും വന്നെങ്കിലും നമുക്കൊരു പ്രശ്നമുള്ളതായിട്ട് അങ്ങനെ പറയുന്നില്ല. അപ്പൊ അച്ഛനും വിളിച്ചിരുന്നു, അച്ഛൻ പറഞ്ഞു അപ്പൊ എന്തേലും പോയതായിരിക്കും, അപ്പൊ വൈകി വന്നാന്നുള്ളതാണ്. അല്ലാതെ നമുക്കൊരു പ്രശ്നങ്ങളുള്ളതായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, 2 മാസം മുന്നും ചെറിയ കുടുംബത്തിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് ശരിക്കും ആളൊരു പുതുജീവനായിട്ടാണ് വീണ്ടും അമ്മ വന്നത്. പ്രജിൻ അത് തന്നെയാണ് പറയുന്നത്. അമ്മയുമായിട്ട് നേരത്തെ 2 മാസം മുൻപ് ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അതൊക്കെ തന്നെ പൂർണ്ണമായും പരിഹരിച്ചതിന് ശേഷമാണ് പിന്നീട് അമ്മ എത്തിയത്. 2 ദിവസം മുമ്പ്, വെള്ളി ശനിക്ക് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ അമ്മയായിരുന്നു ഈ കുട്ടിയെ അംഗൻവാടിയിൽ കൊണ്ട് വിട്ടിരുന്നതും പിന്നീട് തിരിച്ചു വിളിച്ചുകൊണ്ട് പോരുന്നതും. അതുകൊണ്ട് യാതൊരു വിധമായ സംശയവും തോന്നിയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ വലിയ രീതിയിലുള്ള അത്ഭുതമെന്നാണ് ഇപ്പോൾ ടീച്ചർ വ്യക്തമാക്കുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണം നടക്കട്ടെ. പലരുമായി ശരി അഭി, അപ്പോൾ കല്യാണിയുടെ അംഗനവാടി ടീച്ചറാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഇന്ന് വന്ന് കൊണ്ടുപോയത് 3:15 എന്ന് ടീച്ചർ പറയുന്നു. കല്യാണിയെ വിളിക്കാൻ വന്നത് അമ്മയാണ്. ഇതിനു മുൻപും വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ചില പ്രശ്നങ്ങൾ 2 മാസം മുൻപ് ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും ഓക്കെ ആയതാണ് എന്നാണ് അംഗനവാടി ടീച്ചർ ഇപ്പോൾ നൽകിയിരിക്കുന്ന പ്രതികരണം.